ജനാധിപത്യത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ രാത്രി 1975 ജൂൺ 25. നമ്മുടെ മൗലികാവകാശങ്ങളെല്ലാം ഒരു ഭരണകൂടം ഒറ്റയടിക്ക് റദ്ദാക്കി. പ്രതിപക്ഷ നേതാക്കളെയും വിമർശകരെയും ഇരുട്ടറകളിൽ തളച്ചു. ആ 21 മാസങ്ങളിൽ രാജ്യം കണ്ടത് അധികാരധാർഷ്ട്യത്തിന്റെ ഏറ്റവും വലിയ ക്രൂരതകളായിരുന്നു. ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടി നിർബന്ധിത വന്ധ്യംകരണം, സ്വന്തം അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തതിനേക്കാൾ ഭീകരം സ്വന്തം ശരീരത്തിന്റെ മേലുള്ള അവകാശം പോലും നഷ്ടപ്പെട്ട നിസ്സഹായരായ മനുഷ്യരുടെ നിലവിളികളായിരുന്നു അത്. ഈ ഏകാധിപത്യത്തിന്റെ ചുക്കാൻ പിടിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അധികാരത്തിന്റെ അനൗദ്യോഗിക സ്ഥിരാകേന്ദ്രമായി മാറിയ മകൻ സഞ്ജയ് ഗാന്ധിയുമാണ്. നിയമം ചോദ്യം ചെയ്യാനില്ലാതെ വന്നപ്പോ പോലീസ് അവരുടെ ഇഷ്ടത്തിനങ്ങ് പ്രവർത്തിച്ചു. പാവപ്പെട്ടവരുടെ ചേരികൾ ഇടിച്ചു നിരത്തി നിർബന്ധിത വന്ധ്യംകരണത്തിനായി ഗ്രാമങ്ങളിലേക്ക് പോലീസ് അതിക്രമിച്ച് കയറി. ലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ സമ്മതമില്ലാതെ ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. എതിർത്തവരെ ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ചു. കേരളത്തിൽ രാജൻ കേസടക്കം നിരവധി ചെറുപ്പക്കാർ പോലീസ് ഉരുട്ടിക്കൊലയിൽ ഇല്ലാതായി. തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ചവിട്ടി മെതിക്കുകയും പൗരന്മാരുടെ അവകാശങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യുന്നു. ക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ നൽകുകയും ചെയ്ത ഒരു ഭരണാധികാരിയെ, സ്വന്തം രാജ്യത്തെ ഇരുണ്ട യുഗത്തിലേക്ക് നയിച്ച ഒരു സ്ത്രീയെ നമുക്ക് എങ്ങനെയാണ് രാജ്യത്തിന്റെ ഉരുക്കു വനിത എന്ന് വിളിക്കാൻ സാധിക്കുക? ഇരുണ്ട ആ ദിവസങ്ങളുടെ ഓർമ്മകൾ ഇന്നും ഒരു താക്കീതാണ്. ജനാധിപത്യം എന്നത് ഒരു വ്യക്തിയുടെ കൈകളിലല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജാഗ്രതയിലാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു താക്കീതാണത്. എന്തായാലും ഇന്ത്യൻ ചരിത്രത്തിലെ ഈ കറുത്ത അധ്യായത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. ഇന്ദിര നമ്മുടെ ഉരുക്കുവനിതയാണോ അതോ മറ്റെന്തെങ്കിലും പേരിന് അർഹയാണോ എന്ന് നിങ്ങൾ തന്നെ പറയൂ.